ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ചെക്കൻ എന്താ ചെയ്യുന്നേ? എന്താ ചെയ്യുന്നേന്ന് ചോദിച്ചാ വലിയ കമ്പനിയൊക്കെ ഉള്ള ആളാ, വലിയ കുടുംബക്കാരാ. ചിലപ്പോ ഇന്നലേക്ക് അറിയുമായിരിക്കും. കളരിക്കലെന്നാ തറവാടിന്റെ പേര്, കേട്ടിട്ടുണ്ടോ? കളരിക്കലേക്കോ? അങ്ങനെ കാര്യമായ കുഴപ്പമൊന്നും കാണുന്നില്ല. ഉറക്കക്കുറവോ ശരീരവേദനയോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അതൊന്നുമില്ല. ധൈര്യമായിട്ടിരിക്കും. വിചാരിച്ചതിനേക്കാൾ വളരെ ഫാസ്റ്റായിട്ടാ താങ്കൾ സുഖപ്പെടുന്നത്. ഇനിയിപ്പോ കൃത്യം 1 മാസം കഴിഞ്ഞിട്ട് വരേണ്ട കാര്യമുള്ളൂ. മരുന്നുകളൊക്കെ ഫാർമസിയിൽ നിന്ന് വാങ്ങിച്ചോളൂ. ശരി. മോളെവിടെ? ഭർത്താവിന്റെ വീട്ടിലാണോ? അതെ. ശരി എന്നാ ശരി. തങ്കം അങ്ങോട്ടിരുന്നു. ഞങ്ങൾ പോയി മരുന്ന് വാങ്ങിച്ചിട്ട് വരാം. വാ. തങ്കമല്ലേ? അതെ. ഇന്നലെയല്ലേ കാട്ടുങ്കലുള്ള സൗദാമിനി ടീച്ചർ അവിടെ? അത് തന്നെ. അതെ, അവിടെ ഞാൻ ഹോം നേഴ്സായിട്ട് നിന്നിരുന്നു. തങ്ക എന്താ ഇവിടെ? എനിക്കിതിനിടെ ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. ഇവിടെ അത് ചെയ്തേ. അത് കഴിഞ്ഞ എല്ലാ മാസവും മരണമല്ലോ, അതിന് വന്നത്. അല്ല, ഇന്നലെ എന്താ ഇവിടെ? ആരുടെയെങ്കിലും കൂട്ടിരിപ്പിനോ മറ്റോ വന്നതാണോ? നമുക്ക് ഇത് തന്നെയല്ലേ ജോലി തങ്കം. ആകെ ഒരു സമാധാനം വീടിന് തൊട്ടടുത്ത് തന്നെയാണെന്നുള്ളതാ. മോളെവിടെ? അവളുടെ കല്യാണം കഴിഞ്ഞു. അവക്കിതിനിടയില് ഇവിടെ ഒരു ജോലി കിട്ടിയിരുന്നു. അവിടെ കണ്ട് പരിചയപ്പെട്ടൊരു പയ്യന്. അതിപ്പോ ഇക്കാലത്തെ പിള്ളേരുടെ കല്യാണമൊക്കെ അങ്ങനെ തന്നെയാ. ചെക്കൻ എന്താ ചെയ്യുന്നേ? എന്താ ചെയ്യുന്നേന്ന് ചോദിച്ചാ വലിയ കമ്പനിയൊക്കെ ഉള്ള ആളാ, വലിയ കുടുംബക്കാരാ. ചിലപ്പോ ഇന്നലേക്ക് അറിയുമായിരിക്കും. കളരിക്കലെന്നാ തറവാടിന്റെ പേര്, കേട്ടിട്ടുണ്ടോ? കളരിക്കലേക്കോ? കളരിക്കലേക്കാണോ മോളെ വിവാഹം കഴിച്ച് അയച്ചിരിക്കുന്നേ? അതെ. അറിയോ ഇന്ദിരയ്ക്ക്? അറിയാൻ തങ്കം, എനിക്ക് നന്നായിട്ട് അറിയാവുന്ന കുടുംബം അത്. തങ്കം നന്നായിട്ട് ആലോചിച്ചിട്ടാണോ ആ തറവാട്ടിലേക്ക് അയച്ചത്? അല്ല, അവിടെ എന്താ കുഴപ്പം? പറയ്, കളരിക്കൽ തറവാട്ടില് എന്താ പ്രശ്നം? അത് തങ്കേച്ചി, നമുക്ക് ഇറങ്ങിയാലോ? ശരി തങ്കം, എനിക്ക് ഡോക്ടറെ ഒന്ന് കാണണം. നമുക്ക് പോവാൻ തങ്കം. അത് നമ്മുടെ വീടിനടുത്ത് ഒരു സ്ഥലത്ത് ഹോം നേഴ്സായിട്ട് നിന്നതാ. അവർക്ക് ഇന്ദിരയ്ക്ക് കളരിക്കൽ തറവാട് നന്നായിട്ട് അറിയാം. കൃഷ്ണമോളെ അങ്ങോട്ടേക്കാ കല്യാണം കഴിപ്പിച്ച് കൊടുത്തേന്ന് പറഞ്ഞപ്പോ എന്തേലും അറിഞ്ഞിട്ടാണോ ചെയ്തേന്നൊക്കെ ചോദിച്ചു. എന്തോ ഒരു പ്രശ്നമുണ്ട് ഗോപാല. എന്തു പ്രശ്നം? എന്റെ തങ്കം, ഇത്തരക്കാർ ഒരുപാട് പേരുണ്ട്. അവരെ ഞാൻ ഈ ആശുപത്രിയിൽ സ്ഥിരം കാണാറുള്ളതാ. ഓരോരുത്തരുടെ അടുത്തേക്ക് എത്തും, ഓരോ കൊതി നുണയും പറയും. പേടിപ്പിക്കാൻ പറ്റുന്നവരെ പേടിപ്പിക്കുകയും ചെയ്യും. വലിയ ശല്യമാന്നേ. അങ്ങനെയൊന്നുമില്ല. അല്ലാണ്ട് പിന്നെ ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ വന്നിരുന്ന് തങ്കേച്ചിയുടെ അടുത്ത് ഇതൊക്കെ ചോദിച്ചറിഞ്ഞ് കളരിക്കൽ എന്തോ പ്രശ്നമാണെന്ന് പറയണമെങ്കിൽ അവര് നിസ്സാരക്കാരിയാണോ? കളരിക്കലേ ഒരു പ്രശ്നവുമില്ല. പിന്നെ തങ്കത്തിന്റെ മോളെ പോലെ ഒരു പെൺകുട്ടിക്ക് കളരിക്കലേക്ക് ഒരു ബന്ധം കിട്ടിയെന്നൊക്കെ പറയുമ്പോ ഇവർക്കൊക്കെ നാവ് ചൊറിയും. അതൊക്കെ നമ്മൾ കണ്ടില്ല കേട്ടില്ല അങ്ങ് വെച്ചേക്കണം. വന്നേ തങ്കം, വന്നേ, നമുക്ക് പോവാം. സുനന്ദേ, വാ. വാ വാ. ഗാഥ,
താൻ കുളിച്ചോ? ആ വ്രതല്ലേ? ഇന്നലെ രാത്രി പൊള്ളുന്ന പനിയായിരുന്നല്ലോ തനിക്ക്, പിന്നെന്തിനാ? ഒന്നിന്റെ പേരിലും വ്രതം മുടക്കാൻ പാടില്ല എന്നറിയില്ലേ? ഗാഥ, അതെ, പൂജാമുറിയിൽ വിളക്ക് വെക്കണം. മോനെ, ഇന്നലെ രാത്രി വരെ ഗാഥയ്ക്ക് പനിയായിരുന്നു എന്ന് അമ്മയ്ക്കറിയില്ലേ? ഹോസ്പിറ്റലിൽ കൊണ്ടുപോണ്ടി വരുമെന്ന് അമ്മയും പേടിച്ചല്ലേ? എന്നിട്ട് എന്തിനാ അമ്മ ഗാഥ എടുത്ത് കുളിക്കാൻ പറഞ്ഞ്? എന്തിനാ ഇന്നും വ്രതം എടുക്കാൻ പറഞ്ഞ്? ഒന്നും ഞാൻ പറഞ്ഞതല്ല മോനെ, പിന്നെ ആരാ? മുത്തശ്ശിയാ. മുത്തശ്ശിയുടെ എന്താ നവീൻ? മുത്തശ്ശി ഗാഥയോടൊന്ന് കുളിക്കാനും പൂജയിൽ പങ്കെടുക്കാനും പറഞ്ഞിരുന്നു. ഞാൻ നിർബന്ധിച്ചില്ല. ആ കുട്ടി ഇങ്ങോട്ട് വന്നാണ് പറഞ്ഞത്. എന്നിട്ട് അത് മുത്തശ്ശിക്ക് വിലക്കായിരുന്നില്ലേ? ഗാഥയ്ക്ക് ശീലമില്ലാത്തൊരു കാര്യത്തിന് നമ്മൾ ഫോഴ്സ് ചെയ്യുന്നതിനൊരു പരിധി വേണ്ടേ? ഒരു കാര്യം പറയാലോ, ഇതിപ്പോ ഗാഥയോട് നമ്മൾ കാണിക്കുന്നത് ക്രൂരതയാണ്. ഇതിനപ്പുറം ഒരു ക്രൂരത നമ്മുടെ കുടുംബം ഗാഥയോട് ചെയ്യാനില്ല. ഒരാളുടെ ബുദ്ധിമുട്ടിനെ ചൊല്ലി എനിക്ക് ചടങ്ങുകളൊന്നും വേണ്ടെന്ന് വെക്കാൻ പറ്റില്ല. ഞാനിത് ചെയ്യുന്നത് എന്റെ മനസ്സുഖത്തിനല്ല, ഈ കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാ. ഈ പൂജ ഇടയ്ക്ക് വെച്ച് അവസാനിപ്പിച്ചാല് അതിന്റെ ദുരന്തം എന്തായിരിക്കുമെന്ന് എനിക്ക് മാത്രമേ അറിയൂ. കുറച്ചു നാളുകളായല്ലോ മുത്തശ്ശി എന്തോ രഹസ്യം ഒളിപ്പിച്ചു വെക്കുന്ന പോലെ സംസാരിക്കുന്നേ. എന്താ അത്? ഈ പൂജയ്ക്ക് പിന്നിലുള്ള യാഥാർത്ഥ്യം എന്താ? ഇത് മുത്തശ്ശി പറഞ്ഞേ പറ്റൂ. മുത്തശ്ശി, ആ കാര്യത്തില് എല്ലാവർക്കും ടെൻഷനുണ്ട്. ജീവിച്ചിരിക്കുമ്പോ കുടുംബത്തിലെ കാര്യങ്ങള് എല്ലാരും അറിഞ്ഞിരിക്കണമല്ലോ. ഇതെന്തിനെത്ര കടുത്ത പൂജ? ഇതെന്തിനാ മുത്തശ്ശി പേടിക്കുന്നേ? അതെന്റെ മനസ്സിൽ തന്നെ ഇരിക്കും, എന്നോട് കൂടെ അത് മണ്ണടിയുകയും ചെയ്യും. കേട്ടോ അമ്മേ, ഏതോ ഒരു മണ്ടത്തരത്തിന് വേണ്ടിയാ ഇതൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നത്. അതെന്താണെന്ന് നമ്മളുടെ അടുത്ത് പറയാനും വയ്യ. അതെന്തുകൊണ്ടാ? അതിൽ സ്വാർത്ഥത ഉള്ളതുകൊണ്ട്. വേണ്ട നവീൻ, അമ്മയെ കുറിച്ച് അങ്ങനെയൊന്നും പറഞ്ഞാ അതെനിക്ക് ഇഷ്ടമാവില്ല. ഇതിപ്പോ കുറെ കാലമായില്ലേ ഞാൻ അമ്മയ്ക്കൊപ്പം ഈ തറവാട്ടിൽ ജീവിക്കാൻ തുടങ്ങിയിട്ട്. അമ്മ ഇതുവരെ സ്വന്തമായിട്ട് ഒരു കാര്യം ആവശ്യപ്പെട്ടതായിട്ട് ഞാൻ കേട്ടിട്ടില്ല, സത്യം. പക്ഷെ കുടുംബത്തിന് വേണ്ടി ചോദിക്കും. അമ്മയ്ക്കൊരാളോട് ദേഷ്യം തോന്നുന്നു എന്ന് പറഞ്ഞ അത് ഈ കുടുംബത്തിന്റെ ദേഷ്യമോ? അമ്മ ചിന്തിക്കുന്നത് ഈ കുടുംബത്തിൽ സന്തോഷം വരാൻ വേണ്ടി മാത്രമാ. അമ്മ ഉണ്ണാതിരിക്കുന്നതും ഉറങ്ങാതിരിക്കുന്നതും ഒക്കെ ഈ കുടുംബത്തിന് വേണ്ടിയാ മോനെ. പുറത്തുള്ളവർക്ക് അതെന്റെ അമ്മായിയമ്മയാ, പക്ഷെ എനിക്കങ്ങനെയല്ല, എന്റെ സ്വന്തം അമ്മയാ. അമ്മേ, എന്റെ വയറ്റിൽ പിറക്കാഞ്ഞിട്ടും നിനക്കെന്നെ ഇത്ര മനസ്സിലാകുന്നുണ്ടല്ലോ മോളെ. അമ്മേ